ലേറ്റസ്റ്റ് മോഡൽ ചെടിച്ചട്ടികൾ നമ്മൾ സിമെന്റിൽ എങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികൾ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കാരണം അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവരുമ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് മോഡൽ ചെടിച്ചട്ടികൾ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം, കാരണം അതിനാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ട് വരുന്നത് നമ്മുടെ ഇൻഡോർ പോട്ടുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള രീതിയിലുള്ള കുറച്ച് വെറൈറ്റി ചെടിച്ചട്ടികളൊക്കെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പോട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ഒരു ബിസിനസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല വെറൈറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ ഉള്ള പോട്ട്സിൻ്റെ കടയിലൊക്കെ കയറി വിസിറ്റ് ചെയ്യാം. ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊരിക്കലും ബിസിനസ് ആക്കാനുള്ള പരിപാടിയല്ല, പക്ഷേ എനിക്കിതൊക്കെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കാണുന്ന കുറച്ച് ചെടിച്ചട്ടികൾ ഉണ്ടാവും, ഇൻഡോർ ആയിട്ടുള്ള കുറച്ച് ചെടിച്ചട്ടികളുടെ കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് സെറാമിക് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ വെറൈറ്റി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അത്തരം വെറൈറ്റി കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആ ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് സിമെൻറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ, അത്തരം ചെടിച്ചട്ടികൾ നമ്മൾ ഓരോ പീസ് 2 പീസൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് 2-3 കാണിച്ചു തരാം. നമ്മൾ സിമെൻറ്റിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് ചെടിച്ചട്ടികൾ, കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അത് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പോട്ട് നമുക്ക് സിമെൻറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് അതായത് ഇതിൻ്റെ ഷേപ്പും ഇതിൽ വരുന്ന ആ ഡിസൈനും ഉണ്ടല്ലോ, ലൈനൊക്കെ, അത് അകത്തോട്ടും പുറത്തുണ്ടോ നോക്കാം. ചില ഡിസൈനിലൊക്കെ പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അകത്ത് പ്ലെയിൻ ആയിരിക്കും. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സിമെൻറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, കാരണം ആ ഷേപ്പ് അതിൽ പതിയില്ല. അപ്പോൾ ഈ ഒരു സാധനം കുഴപ്പമില്ലാതെ ഈ ഒരു സാധനം നമുക്ക് മോൾഡാക്കി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലത്തെ നല്ല ഫ്ലെക്സിബിൾ ആണേനും ഇത് നമുക്ക് മോൾഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഷേപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് പ്ലെയിൻ ആണ്, അപ്പോൾ ഇത് പറ്റില്ല, ഈ ഷേപ്പ് അതിൽ പതിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ കണ്ടോ, ഓക്കെ, അപ്പോൾ ഇതും പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ ബ്ലാക്ക് പോട്ടിൻ്റെ കുറച്ചും കൂടി ഒരു വലിയ പോട്ടാണ്. അപ്പോൾ ഇതും ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ അകത്തുള്ള ഡിസൈൻ, പുറത്തുള്ള ഒരു ഡിസൈൻ തന്നെ അകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അകത്ത് പ്ലെയിൻ അല്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ശരിക്കും കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ. കണ്ടോ, ആ ലൈനില്ലേ, ആ ലൈന് വരുന്നത് സെയിം സാധനം അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിമെൻറ്റിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സെയിം സാധനം നമ്മുടെ പോട്ടിൽ, അതായത് സിമെൻറ്റിൽ ചെയ്തെടുക്കുന്ന പോട്ടിൽ ഇത് വരും. അപ്പോൾ നല്ലൊരു പോട്ടായിട്ട് നമുക്കൊരു വെറൈറ്റി ഒരു പോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്തരം പോട്ടുകളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വേഗം അത് വാങ്ങിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് അതൊക്കെ നല്ല അടിപൊളി പോട്ടാട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം. ഇത് നമ്മൾ അതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഇതൊരു സെൽഫ് വാട്ടർ പോട്ട്, ഇതെല്ലാം സെൽഫ് വാട്ടർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഈ ഷേപ്പിൽ സെയിം സാധനം ഇത് അകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഡിസൈൻ സെയിം സാധനം അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. സിമെൻറ്റിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് റിസ്ക് ഇല്ലാതെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. ഇതൊരു അടിപൊളി പോട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വേഗം വാങ്ങി വെക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളിത് വേഗം വാങ്ങി വെക്കുക. ഒരു 2-3 പീസ് വാങ്ങി വെച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരില്ല. നമുക്ക് എത്ര വേണമെങ്കിൽ ഇപ്പോൾ വൈറ്റ് സിമെൻറ്റിൽ ചെയ്യാം, സിമെൻറ്റിൽ ചെയ്യാം, ഏത് പ്ലാസ്റ്ററാണോ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ നമ്മൾ ഏതിലാണോ ചെയ്ത് എടുക്കുന്ന സാധാരണ വെച്ചാൽ അതിൽ ചെയ്തെടുക്കാൻ പറ്റും. വൈറ്റ് സിമെൻറ്റിലൊക്കെ ആണെന്ന് വെച്ചാൽ അടിപൊളിയാവും. കാരണം വേറൊരു പെയിൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. നല്ല ഗ്ലേസിങ്ങോട് കൂടി നമുക്ക് അതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നല്ല സ്ട്രോങ്ങും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തരം പോട്ടുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം മേടിക്കാനായിട്ട് നോക്കുക. നല്ലൊരു ഡിസൈനാണ്, നല്ലൊരു ലേറ്റസ്റ്റ് മോഡൽ ചെടിച്ചട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു മൂന്നാമതായിട്ട് ഏതാണ് ഈ ഒരു പോട്ട് കേട്ടോ. ഇതും ഒരു സ്റ്റോൺ രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ സ്റ്റോണിൽ അടുക്കി വെച്ചിട്ടുണ്ടാവില്ല, അതേപോലത്തെ ഡിസൈനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് സിമെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പക്ക പൊളിയാവും കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു മുകൾ വശം ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. കാരണം റിമൂവ് ചെയ്യാനായിട്ട് റിസ്ക് എടുക്കാൻ പാടില്ല. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾ ഐഡിയക്ക് അത് എങ്ങനെയാ വെച്ചാൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ അത്. ഇനി ഇവിടുത്തെ വേറൊരു ഷേപ്പായിട്ട്, അതായത് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു വെറൈറ്റി ഷേപ്പായിട്ടത്. അപ്പോൾ ഇതിലും നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു ചെടിച്ചട്ടി
നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം ചെടിച്ചട്ടികളൊക്കെയാണ് നമ്മൾ നോക്കിയെടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു മോൾഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്ത നല്ല വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടത്. ഇനി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് പോട്ടായിട്ട് നിങ്ങൾക്ക് പോട്ട് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പോട്ട്സുകൾ ഇതിനകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പോട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മണി പ്ലാന്റ് പോലത്തെ നമുക്ക് ഈ വള്ളി ചെടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ സെറ്റാക്കി വെക്കാൻ പറ്റിയ ഒരു പോട്ടാണ് അത്. സാധാരണ നമ്മൾ ഇതൊക്കെ ചെയ്യൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഫ്ലവറൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കുക. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറണം. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റുഡിയോ വീടിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. അതായത് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഗാർഡൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട സ്റ്റുഡിയോ. ഇപ്പോൾ ഇതുപോലത്തെ പോട്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോട്ട്സോ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പോട്ട്സൊക്കെ നമ്മൾ ഈ നല്ലപോലെ അറേഞ്ച് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അകത്ത് മണി പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റാക്കുക. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഗൂഗിൾ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ സ്പേസിലൊക്കെ എങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാം വീടിൻ്റെ അകത്തു നിന്നൊക്കെ രൂപത്തിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഇമേജുകൾ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലോട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഷോപ്പൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നവർക്ക് ഒരു ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റുഡിയോ പോലെ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് അവർക്കൊരു ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ബിസിനസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, മാർക്കറ്റിംഗ് ചെയ്യാൻ കൂടി നമുക്ക് കഴിയണം. ഓക്കെ. അപ്പോൾ ഇനി മുതൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികൾ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല പെർഫെക്ഷനോട് കൂട്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അതുപോലത്തെ ചെടിച്ചട്ടി ഒക്കെ വിൽക്കുന്ന ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ, നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ളത്, അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് എടുക്കാനായിട്ട് 100% ചാൻസ് ഉണ്ട്. കാരണം അവർക്കൊക്കെ നല്ല വെറൈറ്റികളാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ഒരു മടി വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ എടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പുറത്ത് പോയിട്ട് നിങ്ങളുടെ കളക്ഷൻസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക. അതുപോലെ 2-3 കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നല്ല മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എടുക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ഒരുപാട് ഉയരട്ടെ, നല്ല വെറൈറ്റീസ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോകും. ഓക്കെ, ബൈ.